മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹിർ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരായി. മരട് പോലീസ് സ്റ്റേഷനിലാണ് ഹാജരായത്. പരാതിക്കാരന് പണം മുഴുവൻ നൽകിയതാണെന്നും ലാഭവിഹിതം നൽകാൻ തയ്യാറാണെന്നും സൗബിൻ പ്രതികരിച്ചു. കാര്യങ്ങളെല്ലാം മാധ്യമങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ എന്നും സൗബിന്റെ ചോദ്യം. അതല്ല, മുതൽ മൊത്തം കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കണക്കിന്റെ കാര്യങ്ങളാണ് നോക്കുന്നത്. അവർ പറയുന്നതിൽ കറക്റ്റ് നമുക്ക് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ ഇവർ പറയുന്ന കണക്കുകൾ കറക്റ്റ് അല്ലല്ലോ. അതിനു വേണ്ടി ലാഭം മാറ്റി വെച്ചിട്ടുണ്ടോ? എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. കോടതി പോയതുകൊണ്ടാണ് കോടതിയായിട്ട് തീരട്ടെ. അവര് പോയതല്ലേ, അപ്പൊ അവരായിട്ട് തീരുമാനിക്കട്ടെ. ബാക്കി കണക്കും കാര്യങ്ങളും നമ്മളെല്ലാവരും കൂടെ സഹകരിക്കാൻ തയ്യാറാണ്. അപ്പൊ അവർ തീരുമാനിക്കട്ടെ. അതിന്റെ അപ്പുറത്തേക്ക് സഹിൻ ആന്റണി ചേരുന്നു വിവരങ്ങളുമായി. സഹിൻ, സൗബിൻ പറയുന്നത് അവർ തീരുമാനിക്കട്ടെ കാര്യങ്ങൾ എന്നാണ്. അവരാണ് കോടതിയിൽ പോയത്. എന്തായാലും കാശ് കൊടുക്കാനായി മാറ്റിവെച്ചിട്ടുണ്ട് എന്നും പറയുന്നു. കോടതിക്ക് പുറത്തൊരു സെറ്റിൽമെന്റ് ഉണ്ടാകുമോ? എന്തായാലും സൗബിൻ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായി ഇത് സംബന്ധിച്ചുള്ള കണക്കൊക്കെ താൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ ബോധിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ പറയുന്ന സിറാജ് വലിയതുറ എന്ന് പറയുന്ന തനിക്കെതിരെയുള്ള പരാതിക്കാരൻ, ഈ പരാതിക്കാരന് ലാഭവിഹിതവും നൽകാൻ തയ്യാറായിരുന്നു. പക്ഷേ ഇതിനിടയിലാണ് സിറാജ് വലിയതുറ പോലീസ് പരാതി നൽകിയത്. പരാതി പിന്നീട് കേസാകുകയും അതിപ്പോൾ കോടതിയിലാണ്. അതുകൊണ്ട് തന്നെ കോടതി വഴി നീങ്ങണവേ അല്ലെങ്കിൽ അവർ തീരുമാനിക്കട്ടെ എന്നുള്ളൊരു നിലപാടാണ് സൗബിൻ എടുത്തിരിക്കുന്നത്. കൃത്യമായ കണക്കുകൾ താൻ ബോധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സൗബിൻ പറയുന്നു. പക്ഷെ അവർ പറയുന്ന കണക്ക് കൊടുക്കാൻ കഴിയില്ല. അതായത് പരാതിക്കാരൻ പറയുന്ന പണം നൽകാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടിലാണ് അദ്ദേഹം ഉള്ളത്. സൗബിന് അല്പനേരം മുൻപായിരുന്നു സൗബിൻ മരട് പോലീസ് സ്റ്റേഷനിലെത്തുകയും ഇപ്പോൾ സൗബിൻ്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.